നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം മിന്നും ഫോമിലാണ് ഇപ്പോൾ ലൗട്ടറോ മാർട്ടിനസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കോപ്പ അമേരിക്കയിൽ അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ ഇറക്കുമോ അതല്ല ഹൂലിയൻ ആൽവരസിനെ ഇറക്കുമോ? എന്തായിരിക്കും കോച്ച് ലയണൽ സ്കലോനിയുടെ പ്ലാൻ എന്ന് ഉറ്റുനോക്കുകയാണ് അർജന്റീന ആരാധകർ. ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് സ്കലോനി. അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. മയാമിയിലാണ് ട്രെയിനിങ് ക്യാമ്പ്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഹൂലിയൻ ആൽവരസോ അതല്ല ലൗട്ടറയോ? അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, ഇൻ റീസെൻറ്റ് മന്ത്സ് ഹുലിയൻ അത്രയധികം കളികളൊന്നും കളിച്ചിട്ടില്ല, കുറച്ചേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം ടീമിൽ മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. അതേസമയം ലൗട്ടറോയുടെ കാര്യത്തിൽ അദ്ദേഹം CDAയിൽ ടോപ്പ് സ്കോററാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരെയും ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഗെയിം ബൈ ഗെയിമായിട്ട് ആരെ കളിപ്പിക്കണമെന്ന് തീരുമാനിക്കും. അതാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. അത് തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കോച്ചിന് സുഖമുള്ളൊരു തലവേദനയാണെന്ന് പറയാം. രണ്ട് മികച്ച താരങ്ങൾ. അതിലിപ്പോൾ ഹൂലിയൻ ആൽവരസ് നമുക്കറിയാം വേൾഡ് കപ്പിൽ അടക്കം മിന്നിക്കത്തി കളിച്ചിട്ടുണ്ട്. ലൗട്ടറോ CDAയിൽ പൊളിച്ചടുക്കി ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്നു. ആരെ കളിപ്പിക്കും? സ്കലോനി പറയുന്നത് ഓരോ കളിക്കനുസരിച്ച് തീരുമാനമെടുത്ത് ഗെയിം ബൈ ഗെയിമായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ്. അർജന്റീന കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നു. ഈക്വഡോറിനെതിരെയും ഗോട്ടിമാലയ്ക്കെതിരെയും. ആ കളികളോടുകൂടി സ്കലോനിക്ക് തീർച്ചയായിട്ടും ആരെ കളിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.